വെള്ളം കുടിക്കട്ടെ എന്ന് മാത്രമാണ് യൂത്ത് ലീഗിന് ആ കാര്യത്തിൽ പറയാനുള്ളത്. പക്ഷേ കേരളത്തിലെ CPM-കാരോട് ഒരു കാര്യം യുവാക്കൾക്ക് പറയാനുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ 2G കേസിന്റെ പേരിൽ നിങ്ങൾ പാർലമെന്റ് സ്തംഭിച്ച് കോടിക്കണക്കിന് രൂപ ഈ രാജ്യത്തിന് നഷ്ടമുണ്ടാക്കുകയാണ്. പക്ഷേ ഈ കേസിൽ നിങ്ങൾക്ക് ധാർമ്മിക ബോധമുണ്ടെങ്കിൽ ഇതിൽ അന്വേഷണം പുറത്തുവിടണം. എന്താ ഡിവൈഎഫ്ഐക്കാരൻ പറഞ്ഞത്? വിജിലൻസ് അന്വേഷിക്കണം, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം. വിജിലൻസും ക്രൈംബ്രാഞ്ചും ഒക്കെ നിയന്ത്രിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന കേരളത്തിലെ കാട്ടുകള്ളനാണെങ്കിൽ ആർക്കാ നീതി കിട്ടുക? അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിക്കണം, അല്ലെങ്കിൽ ഈ അന്വേഷണം നീതിയാക്കി വിടണം. അതിൽ ആണത്വം തന്നെ കാണിക്കണമെന്നാണ് ഞങ്ങൾ വാക്ക് വന്നെത്തുകയാണ്. ഈ മാർച്ചിൽ ഉദ്ഘാടനം ചെയ്യുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് PKK ബാബു സാഹിബിനെ ഞാൻ ആദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ള മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി PT ഇസ്മായിൽ, യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികളായ CK സുബൈർ, അതുപോലെ തന്നെ KT ജസാർ, ബഹുമാന്യനായ കേരള നിയമസഭയുടെ പ്രഗത്ഭനായ നിയമസഭാ സഭാധികൾ ഞങ്ങളുടെ പ്രിയങ്കരനായ UC രാമൻ, അതുപോലെ തന്നെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ബഹുമാന്യനായ ജില്ലാ പ്രസിഡന്റ് CP അസീസ് നാസർ, MSS സംസ്ഥാന പ്രസിഡന്റ് PK ഫിറോസ്, മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രിയപ്പെട്ട ജില്ലാ ട്രഷറർ നജീബ് കാന്തപുരം, പ്രിയപ്പെട്ട സഹഭാരവാഹികൾ M അനീസ് റഹ്മാൻ, O ഹുസൈൻ, മണ്ടോടി ബഷീർ, അഡ്വക്കേറ്റ് AB അൻവർ, KB മുഹമ്മദ്, മുഴുവൻ യൂത്ത് ലീഗ് ഭാരവാഹികളെയും പ്രവർത്തകന്മാരെയും മുസ്ലിം ലീഗിന്റെ ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ള ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമരത്തിൽ ഇന്നലെ പ്രഖ്യാപിച്ച സമരം ഇന്ന് ഉജ്ജ്വലമാക്കി ഇവിടെ പങ്കെടുത്തിട്ടുള്ള അഴിമതിക്കെതിരെ വിരലുയർത്തി ശബ്ദിക്കാൻ യൂത്ത് ലീഗിന്റെ കൂടെ ഞങ്ങളുണ്ട് അതുകൊണ്ട് പ്രഖ്യാപിക്കുന്ന ഈ മണ്ഡലം മുഴുവൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാന്യനായ പ്രസിഡന്റിനെ ഈ പരിപാടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നിർത്തുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ദളിത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് UC രാജീവ് MLA ഉൾപ്പെടെയുള്ള നേതാക്കളെ കേരളത്തിലെ പ്രതിനിധികളുടെ ജില്ലാ ആസ്ഥാനങ്ങളിലേക്കും മുസ്ലിം ലീഗ് ഇന്ന് സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഇതുപോലുള്ള കളക്ടറേറ്റ് മാർച്ചുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കളക്ടറേറ്റ് മാർച്ചിന് മുസ്ലിം യൂത്ത് ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങളെ കുറിച്ച് ഇവിടെ പങ്കെടുക്കുകയുണ്ടായി. വയനാട് ജില്ലയിൽ LDK നിയമനത്തിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് നമ്മൾ നിരന്തരമായി ഇന്നലെയും ഇന്നുമായി പത്രദൃശ്യ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. LDK